NSC ജാനുവരി കറന്റ് അഫയേഴ്സ് 2026 ദിവസേനയുള്ള പ്രധാന സംഭവങ്ങൾ. പ്രധാന പൊതുജന വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ്, വിദ്യാഭ്യാസം, ശാസ്ത്രം, ഭരണസംവിധാനം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വാർത്താ ചുരുക്കം. ചോദ്യം 1. ലോകത്ത് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്തത് ഏത് പസഫിക് ദ്വീപ് രാഷ്ട്രം? ഉത്തരം കിരിബാതി. ചോദ്യം 2. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്? ഉത്തരം ദീപ്തി ശർമ്മ. ചോദ്യം 3. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറിയത്? ഉത്തരം ഡെൻമാർക്ക്. ചോദ്യം 4. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല? ഉത്തരം കുശാവതി. ചോദ്യം 5. 2025 29ാമത് ദേശീയ സ്പോർട്സ് ക്ലൈംബിംഗ് ചാമ്പ്യൻഷിപ്പിൽ NSCC യൂത്ത് ഗേൾസിൽ അണ്ടർ 17 സ്വർണ്ണ മെഡൽ നേടിയത്? ഉത്തരം അമീറ ഖോസ്ല. ചോദ്യം 6. US നഗരമായ ന്യൂയോർക്കിലെ മേയറായി 2026 ജനുവരി 1 ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ? ഉത്തരം സൊഹറൻ മംദാനി. ചോദ്യം 7. വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതി? ഉത്തരം ധീര. ചോദ്യം 8. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 ഡിസംബറിൽ രാഷ്ട്രപ്രേരണ സ്ഥൽ രാജ്യത്തിനായി സമർപ്പിച്ചത്? ഉത്തരം ലക്നൗ, ഉത്തർപ്രദേശ്. ചോദ്യം 9. മന്നം ജയന്തി? ഉത്തരം ജനുവരി 2. ചോദ്യം 10. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത്? ഉത്തരം ജസ്റ്റിസ് സൗമൻ സെൻ. ചോദ്യം 11. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ? ഉത്തരം വൈബ് ഫോർ വെൽനസ്. ചോദ്യം 12. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉത്പന്നങ്ങളുടെ പുതുക്കിയ നികുതി നിരക്ക്? ഉത്തരം 40%. ചോദ്യം 13. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം? ഉത്തരം ബൾഗേറിയ. ചോദ്യം 14. രാത്രിയിൽ ഒറ്റപ്പെട്ടുപോകുന്ന മുതിർന്ന പൗരർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം നിഴൽ. ചോദ്യം 15. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം കനൽ. ചോദ്യം 16. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത്? ഉത്തരം എയർ മാർഷൽ നാഗേഷ് കപൂർ. ചോദ്യം 17. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി? ഉത്തരം ആന്റണി രാജു. ചോദ്യം 18. NCTA കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ മരണപ്പെട്ട കടുവകളുടെ എണ്ണം? ഉത്തരം 166. കൂടുതൽ മധ്യപ്രദേശ് 55. ചോദ്യം 19. വിലാസിനി സ്മാരക സമിതിയുടെ 2026 നോവൽ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം സലിൻ മാങ്കുഴി. കൃതി ആനന്ദലീല. ചോദ്യം 20. 2026 ജനുവരിയിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ശീതകാറ്റ്? ഉത്തരം എസ്ര. ചോദ്യം 21. ഇന്ത്യയിലാദ്യമായി മെഗിറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയ സ്ഥലം? ഉത്തരം ആര്യപ്പള്ളി, ഒഡീഷ. ചോദ്യം 22. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ചോദ്യം 23. കാൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി? ഉത്തരം ശ്രീകുമാർ ജി പിള്ള. ചോദ്യം 24. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത്? ഉത്തരം കാർത്തികേയൻ മാണിക്യം. ചോദ്യം 25. കേരളത്തിൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജനുവരി 4. ചോദ്യം 26. ലോക ബ്രെയിൽ ദിനം? ഉത്തരം ജനുവരി 4. ചോദ്യം 27. സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് സോഫ്റ്റ് പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? ഉത്തരം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. ചോദ്യം 28. ഭഗവാൻ ബുധന്റെ പവിത്രമായ പിപ്രഹ്വ
തിരുശേഷിപ്പുകളുടെ ഗ്രാൻഡ് ഇന്റർനാഷണൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 29. ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ കാർബൈൻ ഏത് സംഘടനയാണ് രൂപകൽപ്പന ചെയ്തത്? ഉത്തരം DRDO. ചോദ്യം 30. എട്ടാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അസം. ചോദ്യം 31. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം കനകക്കുന്ന് കൊട്ടാരം. ചോദ്യം 32. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. ചോദ്യം 33. 38-ആമത് കേരള സയൻസ് കോൺഗ്രസ് വേദി? ഉത്തരം കൊച്ചി. ചോദ്യം 34. നിലവിൽ ഇന്ത്യയിലെ ഏത് സംരക്ഷിത പ്രദേശത്തിന്റെ ഫീൽഡ് ഡയറക്ടറാണ് ഡോക്ടർ സൊനാലി ഘോഷ്? ഉത്തരം കാസിരംഗ ദേശീയോദ്യാനം. ചോദ്യം 35. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാകുന്നത്? ഉത്തരം ഒറ്റപ്പാലം. ചോദ്യം 36. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ? ഉത്തരം ശ്രീകണ്ഠാപുരം, കണ്ണൂർ. ചോദ്യം 37. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്? ഉത്തരം ശാസ്താംകോട്ട. ചോദ്യം 38. സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനം? ഉത്തരം ഉലുവയില. ചോദ്യം 39. അശാസ്ത്രീയമായ ഭൂവിനിയോഗ മാറ്റങ്ങൾ പരിസ്ഥിതിക്ക് മേൽ സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് സംസ്ഥാനത്തെ കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം പ്രകൃതിപാഠം. ചോദ്യം 40. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അരുന്ധതി റോയ്. ചോദ്യം 41. ULPGM V3 എന്നാൽ? ഉത്തരം ആളില്ലാ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. ചോദ്യം 42. റെയിൽപാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത്? ഉത്തരം വാരാണസി. ചോദ്യം 43. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം മലാല യൂസഫ്സായ. ചോദ്യം 44. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ താപനിലയം ആരംഭിച്ചത്? ഉത്തരം ഗോബി മരുഭൂമി. ചോദ്യം 45. KSRTC-യുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്? ഉത്തരം മോഹൻലാൽ. ചോദ്യം 46. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ ഫോണിന്റെ ഭാഗ്യചിഹ്നം? ഉത്തരം ഫിബോ എന്ന കടുവ. ചോദ്യം 47. 2026 ജനുവരിയിൽ അന്തരിച്ച 1990-ൽ ലോക കിരീടം നേടിയ മുൻ ഇന്ത്യൻ ബിലിയർഡ്സ് താരം? ഉത്തരം മനോജ് കോത്താരി. ഇദ്ദേഹത്തിന് ധ്യാൻചന്ദ് പുരസ്കാരം 2005 ലഭിച്ചിട്ടുണ്ട്. ചോദ്യം 48. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം? ഉത്തരം കുറാസാവോ. ചോദ്യം 49. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞന്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. ചോദ്യം 50. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ശ്രീ തിരുവിഴ ജയശങ്കർ, നാഗസ്വര വിദ്വാൻ. ചോദ്യം 51. ഇന്ത്യ S-500 പ്രോമിതിസ് ആധുനിക വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങുന്ന രാജ്യം? ഉത്തരം റഷ്യ. ചോദ്യം 52. ദുർബലരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ട് നടപ്പാക്കിവരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി? ഉത്തരം മിഷൻ വാത്സല്യ. ചോദ്യം 53. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിംഗ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം? ഉത്തരം കോഴിക്കോട്. വാസ്കോ ഡ ഗാമയുടെ ജന്മസ്ഥലമായ പോർച്ചുഗലിലെ സിൻസിന്റെ ഇരട്ട നഗരമായാണ് കോഴിക്കോടിനെ പ്രഖ്യാപിച്ചത്. ചോദ്യം 54. രാജ്യത്തെ ആദ്യത്തെ എയർബസ് A321XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനി? ഉത്തരം ഇൻഡിഗോ. ചോദ്യം 55. രാജ്യത്തെ ആദ്യ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി? ഉത്തരം കൽപ്പറ്റ കോടതി. ചോദ്യം 56.
തീരസുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനും തീവ്രവാദ ഭീഷണികളെ നേരിടാനുമുള്ള പ്രതികരണശേഷി വിലയിരുത്താനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരളതീരത്ത് നടത്തിയ സുരക്ഷാഭ്യാസം. ഉത്തരം സാഗർ കവച്. ചോദ്യം 57. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രോജക്ടിന്റെ ഭാഗമായി ആദ്യ പർവ്വത തുരങ്കം നിർമ്മിച്ചത്. ഉത്തരം പാൽഘർ, മഹാരാഷ്ട്ര. ചോദ്യം 58. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ. ഉത്തരം ബേല താൾ. ചോദ്യം 59. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധിതമാക്കിയ സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ചോദ്യം 60. മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്ക് പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം. ഉത്തരം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. ചോദ്യം 61. സമ്പൂർണമായി ശീതീകരിച്ച ക്ലാസ് മുറികളുള്ള രാജ്യത്തെ ആദ്യ സർക്കാർ LP സ്കൂൾ. ഉത്തരം മേൽമുറി മുട്ടിപ്പടി ഗവൺമെന്റ് LP സ്കൂൾ, മലപ്പുറം. ചോദ്യം 62. കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനം നേടിയെടുക്കാൻ കർഷകർക്കും സംരംഭകർക്കും സാങ്കേതികവിദ്യയും നൂതനാശയങ്ങളും ലഭ്യമാക്കാൻ അവസരം നൽകുന്നതിനായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം കേടാപ്പ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. ചോദ്യം 63. സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലെ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ശൃംഖല. ഉത്തരം നിർണയ. ചോദ്യം 64. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം. ഉത്തരം ഇന്ത്യ. ചോദ്യം 65. UN എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ 2025-26 വർഷത്തെ GDP വളർച്ച നിരക്ക്. ഉത്തരം 7.2%. ചോദ്യം 66. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി. ഉത്തരം ആറളം. ചോദ്യം 67. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധിക്കാനായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. ചോദ്യം 68. 2026 ജനുവരിയിൽ ലെതർ എക്സ്പോർട്ട് കൗൺസിലിന്റെ ചെയർമാനായി ചുമതലയേറ്റത്. ഉത്തരം രമേശ് കുമാർ ജുനേജ. ചോദ്യം 69. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം US. ചോദ്യം 70. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങളുടെ വേദി. ഉത്തരം വാരാണസി, ഉത്തർപ്രദേശ്. ചോദ്യം 71. ISROയുടെ 2026 ആദ്യ വിക്ഷേപണം. ഉത്തരം EOSN-1. വിക്ഷേപണ വാഹനം PSLV C-62. ചോദ്യം 72. IUCN ഔദ്യോഗികമായി വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ചത്. ഉത്തരം സ്ലണ്ടർ ബിൽഡ് കർലു. ചോദ്യം 73. വേൾഡ് ഹിന്ദി ഡേ, ലോക ഹിന്ദി ദിനം. ഉത്തരം ജനുവരി 10. ചോദ്യം 74. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്. ഉത്തരം GIMS, നോയിഡ. ചോദ്യം 75. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത്. ഉത്തരം രമേശ് ചെന്നിത്തല. ചോദ്യം 76. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള. ഉത്തരം വയനാടൻ റോബസ്റ്റ് കാപ്പി. ചോദ്യം 77. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമബുദ്ധി അധിഷ്ഠിത അങ്കണവാടി ഉദ്ഘാടനം ചെയ്ത വദ്ദാംന ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 78. മദർ മേരി കംസ് ടു മീ ആത്മകഥ ആരുടേതാണ്? ഉത്തരം അരുന്ധതി റായ്. ചോദ്യം 79. 2026 ജനുവരിയിൽ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ. ഉത്തരം നമോ ഗ്രീൻ ട്രെയിൻ. ചോദ്യം 80. 2028 ആദ്യ മൊഡ്യൂൾ വിക്ഷേപിച്ച് 2035 പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം. ഉത്തരം ഭാരതീയ അന്തരീക്ഷ ഭവൻ. ചോദ്യം 81.
കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ ഇനം നെൽവിത്ത്. ഉത്തരം ആദ്യ ചോദ്യം 82. 2026 ശൈത്യകാല പാരാലിമ്പിക്സ് വേദിയായി പ്രഖ്യാപിച്ചത്. ഉത്തരം ഇറ്റലി. ചോദ്യം 83. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയായി പ്രഖ്യാപിച്ചത്. ഉത്തരം ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ചോദ്യം 84. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 2026 ജേതാക്കൾ. ഉത്തരം കേരള വനിതാ ടീം. ചോദ്യം 85. ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി ക്രിയേറ്റേഴ്സ് കോർണർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം. ഉത്തരം പ്രസാർ ഭാരതി. ചോദ്യം 86. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ടുകളും മറ്റ് സഹകരണങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഏകജാലക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം പങ്കുടി. ചോദ്യം 87. സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനത്തിനായി ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവച്ച രാജ്യം. ഉത്തരം ഇസ്രായേൽ. ചോദ്യം 88. കേരളത്തിലെ ആദ്യ എക്സ്ട്രാ ഡോട്ട്സ് കേബിൾ സ്റ്റേഡ് പാലം. ഉത്തരം തോട്ടപ്പള്ളി നാലുചിറ പാലം. ചോദ്യം 89. ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2025 ഐക്യരാഷ്ട്രസഭ UN സെക്രട്ടറി ജനറൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ. ഉത്തരം മേജർ സ്വാതി ശാന്തകുമാർ. ചോദ്യം 90. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. ചോദ്യം 91. 2026 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം. ഉത്തരം അഗ്നൈറ്റ് ദ സെൽഫ്, ഇംപാക്ട് ദ വേൾഡ്, ജനുവരി 12. ചോദ്യം 92. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി മാറിയത്. ഉത്തരം വിരാട് കോഹ്ലി. ചോദ്യം 93. 2026 ജനുവരിയിൽ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലർ. ഉത്തരം ഫ്രെഡറിക് മെർസ്. ചോദ്യം 94. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് ഉത്തരയൻ വേദിയായത്. ഉത്തരം അഹമ്മദാബാദ്. ചോദ്യം 95. ബഹിരാകാശത്തു വച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറക്കുന്ന നൂതന സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഉപഗ്രഹം ആയുൽസാറ്റ് വികസിപ്പിച്ചത്. ഉത്തരം ഓർബിറ്റേറ്റ് എയ്റോസ്പേസ്, ചെന്നൈ. ചോദ്യം 96. 4 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് ബറ്റ്യൂമനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ NHAI പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ആന്ധ്രാപ്രദേശ്. ചോദ്യം 97. 2025 ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ജേതാക്കളായത്. ഉത്തരം വിയപുരം ചുണ്ടൻ. ചോദ്യം 98. പരിശീലനം സിദ്ധിച്ച 100,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് കരസേന രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ്. ഉത്തരം ബറ്റാലിയൻ ഭൈരവ്. ചോദ്യം 99. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ നാഷണൽ ഒളിമ്പിക് അക്കാദമി NOA ഡയറക്ടറായി നിയമിതനായത്. ഉത്തരം ഗഗൻ നാരംഗ്. ചോദ്യം 100. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ഏഷ്യ, എൽബ്രസ് യൂറോപ്പ്, കിളിമഞ്ചാരോ ആഫ്രിക്ക എന്നിവ കീഴടക്കുന്ന കാഴ്ചപരിമിതിയുള്ള വനിത എന്ന റെക്കോർഡ് നേടിയത്. ഉത്തരം ചോൺസിൻ ആങ്മോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.